ട്രിഗോണമെട്രി അഥവാ ത്രികോണമിതി എന്നുള്ള ലെസനാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പേജ് നമ്പർ, അതായത് ടെക്സ്റ്റിൽ ഫസ്റ്റത്തെ പേജ് നമ്പർ കണ്ട, ടെക്സ്റ്റിലെ ഫസ്റ്റത്തെ പേജ് നമ്പറിൽ വരുന്ന ഒരു ട്രയാങ്കിളും അതിൻ്റെ അളവുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ അവിടെ ആദ്യം തന്നെ അവരൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൽ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, ഈ 3 ഡിഗ്രി അളവുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 45 ഡിഗ്രി കോമ 45 ഡിഗ്രി കോമ 90 ഡിഗ്രി കണ്ടല്ലോ. അപ്പോൾ 45 ഡിഗ്രിയും 45 ഡിഗ്രിയും ഈക്വൽ ആംഗിൾസ് അല്ലേ? ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളുടെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രിയുടെയും 45 ഡിഗ്രിയുടെയും ഓപ്പോസിറ്റ് വരുന്ന വശങ്ങളുടെ സൈഡുകളുടെ ലെങ്ത്തും നീളവും തുല്യമായിരിക്കും, ഈക്വലായിരിക്കും. അതേപോലെ തന്നെ ഈ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 45 ഡിഗ്രിയുടെയും 45 ഡിഗ്രിയുടെയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയുടെ വരുമ്പോൾ 45 ഡിഗ്രിയുടെ അളവ് എത്രയാണോ അതിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. √2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അളവ് 45 ഡിഗ്രിക്കെതിരെ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ 45 ഡിഗ്രിക്കെതിരെയും എത്ര സെൻറ്റിമീറ്റർ വരും? 3 സെൻറ്റിമീറ്റർ തന്നെ വരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിക്കെതിരെ വരുന്നത് 3√2. 45 ഡിഗ്രിയുടെ വശത്തിൻ്റെ എതിരെ കിടക്കുന്ന ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് ഇൻറ്റു √2 ആയിരിക്കും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന അളവ്. ഓക്കെ. ദെൻ ഇനി നമ്മൾ അടുത്തത് തൊട്ടപ്പുറത്ത് പേജ് നമ്പർ 100 ആണ്. 100 പേജ് നമ്പറിൽ ദേ ഇവിടെ വരുന്നുണ്ട്. 100ാമത്തെ പേജ് നമ്പറിൽ ദേ ഈ ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ. ഈ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലും ഒരു നിയമം വരുന്നുണ്ട്. ആ നിയമം അത് മലയാളം മീഡിയത്തിലും തൊട്ടിപ്പുറത്തെ പേജിൽ തന്നെ 100ാമത്തെ പേജിൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത്. ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ തന്നു. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇങ്ങനെയാണ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇങ്ങനെയാണ് അളവുകൾ വന്നേക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രിക്കെതിരെയുള്ള അളവാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 30 ഡിഗ്രിക്കെതിരെ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അവയുടെ ഒരു അംശബന്ധം അഥവാ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 30 ഡിഗ്രി കോമ 60 ഡിഗ്രി കോമ 90 ഡിഗ്രി അളവാണ് എന്നുണ്ടെങ്കിൽ 30 ഡിഗ്രിക്കെതിരെ 1 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരാമെന്നുണ്ടെങ്കിൽ 60-നെതിരെ 1 ഇൻറ്റു √3 ആയിരിക്കും. അപ്പോൾ 1 ഇൻറ്റു √3 തന്നെ. പക്ഷെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ 60ഉം 90 ആയിട്ടല്ല, 60ഉം 90 ഡിഗ്രി ആയിട്ടല്ല നമുക്ക് നേരിട്ടുള്ളൊരു റിലേഷൻ വരുന്നത്. 30 ഡിഗ്രിയും 90 ഡിഗ്രി ആയിട്ടാണ്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ, ഡബിൾ, ഇരട്ടിയായിരിക്കുന്നത്. ഇതാണ് ഈ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 90 ഡിഗ്രി, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി തമ്മിലുള്ള ബന്ധം. അപ്പോൾ 30-നെതിരെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്ന പ്രകാരം 30 ഡിഗ്രിക്കെതിരെ 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രിക്കെതിരെ 3√3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 30 ഡിഗ്രിക്ക് എത്രയാണോ അളവ് കിടക്കുന്നത് അതേ ഇൻറ്റു √3, 3√3. ഇനി 30 ഡിഗ്രിക്കെതിരെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്കെതിരെ എത്രയായിരിക്കും? അതിൻ്റെ ഡബിള്, അതിൻ്റെ ഇരട്ടി എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ ഈ 5ാമത്തെ ലെസണിൽ ട്രിഗോണമെട്രിയിൽ ഫസ്റ്റത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് 5ാമത്തെ ലെസൺ തൊട്ടാണ് അതായത് കൂടുതലായിട്ട് ഇത് 80% വരിക 5, 6, 7, 8 ലെസണിൽ നിന്നായിരിക്കും. 9ാമത്തെ ലെസൺ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടില്ല. എങ്കിലും 5, 6, 7, 8 വരെ ഉറപ്പാണ്. ഈ 5, 6, 7, 8 ലെസണിൽ 80% ക്വസ്റ്റ്യൻസും വരാം. ബാക്കി 20% മാത്രമാണ് നമ്മളുടെ 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ 1, 2, 3, 4 ലെസണിൽ നിന്ന് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 5ാമത്തെ ലെസൺ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം ക്രിസ്മസിൻ്റെ എക്സാമിന് വരുമ്പോൾ അതൊട്ടാണല്ലോ വരുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ
ഇപ്പോൾ അതപ്പോൾ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ റേഷ്യോസ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ദെൻ അടുത്തത് നമ്മളിനി ചെയ്യാൻ പോണത് പേജ് നമ്പർ 103. പേജ് നമ്പർ 103 നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 103. ഇംഗ്ലീഷ് മീഡിയത്തിലും 103 മലയാളം മീഡിയത്തിലും 103 തന്നെയാണ് പേജ് നമ്പർ വരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിപ്പോൾ ഞാനീ പറഞ്ഞ നിയമവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഫസ്റ്റത്തെ ഫിഗർ ഒന്ന് നമ്മുടെ നോട്ട് ബുക്കിൽ നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് ഈ ലെസൻ്റെയൊക്കെ നമ്മൾ റഫ് ഫിഗറാണ് നമ്മൾ കൃത്യമായിട്ട് റഫ് ഫിഗർ ഭംഗിയായിട്ട് റഫ് ഫിഗർ അടിപൊളിയായിട്ട് വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കണക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ റഫ് ഫിഗർ വരയ്ക്കുന്നതിന് വൃത്തിയായിട്ടൊക്കെ വരയ്ക്കുന്നതിനൊക്കെ SSLCക്ക് നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അത്ര വൃത്തിയായിട്ടൊന്നും വരയ്ക്കണില്ല. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പെൻസിലും സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് വരച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മാർക്കർ കൊണ്ട് തന്നെയാണ് വരയ്ക്കണേ. ഇത് 120 ഡിഗ്രി, 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. ശരി, റഫ് ഫിഗർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി നമ്മൾ ചോദ്യം വായിച്ചു നോക്കാം. ചോദ്യത്തിൽ പറയുന്നത് വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടിക്സ് ടു ദ ബോട്ടം സൈഡ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ്റെ 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം, അതിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള വെർട്ടിക്സിൽ നിന്ന്, മൂലയിൽ നിന്നും താഴത്തെ വശത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ലംബ ദൂരം എത്രയാണ്, ഇതാണ് ചോദ്യം. അത് ഒരു A ക്വസ്റ്റ്യൻ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം B ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, പരപ്പളവ് എത്രയാണ്, ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു പേരിട്ട് കൊടുക്കണം ആ ഫിഗറിന്. അപ്പം നമ്മളൊരു പേരിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ പേര് ABC പേരിട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ABC നമ്മൾ പേരിട്ട് കൊടുത്തു. ഇനി നമുക്ക് തന്നിരിക്കുന്നത്, അത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട 2 ആംഗിൾ എന്തായിരുന്നു വെച്ചാൽ, 2 ട്രയാങ്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ 45 ഡിഗ്രി 90 ഡിഗ്രി ആയിരുന്നു. മറ്റൊരു ട്രയാങ്കിളിൻ്റെ അളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ്. അങ്ങനെ ഒരു ഡിഗ്രി അളവ് വരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തന്നിരിക്കുന്ന നമ്മുടെ ഈ ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ 45 90 ഡിഗ്രി ഇതിലേക്ക് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ 120 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ സിയിൽ നിന്നും ഈ AB-യിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ AC-യുടെ നീളവും BC-യുടെ നീളവും ഞാൻ വരച്ചത് നോക്കണ്ട കേട്ടോ, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം. ഈ AC-യുടെ നീളവും BC-യുടെ നീളവും ഈക്വലാണ്, 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് എന്ത് തരം ട്രയാങ്കിളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഐസോസ്ലെസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയും. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ, 2 വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ പേര് ഐസോസ്ലെസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്നാണ് നമ്മൾ പേര് പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈ ടോപ്പിൽ നിന്ന് നമ്മൾ, അതായത് ഈ സിയിൽ നിന്ന് ഈ AB-യിലേക്ക് നമ്മളൊരു വര വരച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ഡിഗ്രി ഉണ്ടല്ലോ, ഈ 120 ഡിഗ്രി ഉണ്ടല്ലോ, 120 ഡിഗ്രി, അത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് അതും ഡിവൈഡ് ചെയ്തായി പോവും. അപ്പോൾ ഈ 120 ഡിഗ്രി എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇതും എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി ആവും കേട്ടല്ലോ. കൃത്യമായിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ കൃത്യമായിട്ട് മുറിഞ്ഞു പോകുമെന്ന് പറയാൻ കാരണം ഈ AC 4 സെൻറ്റിമീറ്റർ BC 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ സിയിൽ നിന്ന്
ഇതിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ഡിഗ്രി അളവ് കൃത്യമായിട്ട് 120 ഡിഗ്രി കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 60 ഡിഗ്രി ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുക്കാം കേട്ടോ. ഈ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഓരോ പോയിൻ്റ് കിട്ടുമ്പോൾ ആ പോയിൻറ്റിന് കൃത്യമായിട്ട് പേര് കൊടുക്കണം. അപ്പോൾ പേര് കൊടുത്തപ്പോൾ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ പേരെന്തായി? ട്രയാങ്കിൾ ഇതിപ്പോൾ എന്ത് ട്രയാങ്കിളായി? റൈറ്റ് ട്രയാങ്കിൾ. അതായത് ഒരു ഡിഗ്രി അളവ് 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ADC എന്നാണ് നമ്മൾ ഇനി ഇതിനെ വിളിക്കുക. റൈറ്റ് ട്രയാങ്കിൾ ADC കേട്ടോ. റൈറ്റ് ട്രയാങ്കിൾ ADC. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ADCയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചൊരു നിയമം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതായി. കാരണം ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 + 60. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഒരു ട്രയാങ്കിൾ ടോട്ടൽ 180 ആണല്ലോ. അപ്പോൾ 90 60. അപ്പോൾ 90 60 കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ 180 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടുക? 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം വന്നു. അതായത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ് ഒരു ട്രയാങ്കിളുടെ ആംഗിൾസ് എങ്കിൽ അവയുടെ ഓപ്പോസിറ്റുള്ള സൈഡുകൾ 1/√3/2 എന്നുള്ള ഇതിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ അതൊന്ന് എഴുതി വെച്ചു. ഇത് നമ്മൾ നോക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള അളവാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര സെൻറ്റിമീറ്ററാണ്? 4 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഡബിളായിരിക്കും 90 ഡിഗ്രിക്ക്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഹാഫ് അല്ലേ ആയിരിക്കും 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരിക. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര സെൻറ്റിമീറ്റർ വരും? 4ൻ്റെ ഹാഫ് പകുതി 2 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ളത് നോക്കാം. അപ്പോൾ 30 ഡിഗ്രിക്ക് എതിരെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 60ക്ക് എതിരെയാണ് നമ്മൾ എത്ര പഠിച്ചിരിക്കണേ? നേരത്തെ പറഞ്ഞത് 30 ഡിഗ്രിക്ക് എത്രയാണോ എതിരെ എത്ര നീളമാണോ കിടക്കുന്നത് ആ നീളത്തിനെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 60 ഡിഗ്രിക്ക് എതിരെയുള്ള നീളത്തിൻ്റെ അളവ് കിട്ടുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഇത്. അപ്പോൾ ഇത് 2 ഇൻറ്റു √3 എന്ന് വെച്ചാൽ 2√3 അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രിക്ക് എതിരെ എത്ര വരും? 2√3. ഇനി ഇപ്പുറത്തുള്ള ആംഗിളും ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണ്. ഇത് 2 ഈക്വലായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയല്ലേ വരിക. ഈ 60 ഡിഗ്രിക്ക് എതിരെ ഇതേ നിയമം തന്നെയല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് 60 ഡിഗ്രിക്ക് എതിരെ ഇവിടെ അതെ. അപ്പോൾ ഇത് 60, ഇവിടെ 90, ഇവിടെ 30. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് 2√3 2√3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്ന ഒരളവ് വെച്ച് നോക്കുകയാണെങ്കിൽ, ചോദ്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളോട് CD-യുടെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പെർപെൻഡിക്കുലർ ലെങ്ത്ത്, ലംബ ദൂരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ പെർപെൻഡിക്കുലർ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പം നമ്മളുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏരിയ അതായത് മലയാളം കുട്ടികൾക്കും കൂടി ഞാനിത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലും കൂടി അതിൻ്റെ ഇത് പറയാൻ കേട്ടോ. പരപ്പളവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും. ട്രയാങ്കിളിലെ ഏരിയ കാണാനുള്ള ഫോർമുല എന്തിട്ടാന്ന് എങ്കിൽ ഞാൻ അവിടെ എഴുതാൻ കേട്ടോ. ½ മറന്നു പോകാൻ പാടില്ല. ½ അപ്പോൾ ½ ഇൻറ്റു ബി എന്ന് വെച്ചാൽ ബേസ്. ഇപ്പോൾ ഇവിടെ ബേസ് എത്രയാണെന്ന് നോക്കിയേ? AB അല്ലേ ഇതിൻ്റെ ബേസ്. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്? AB ആണ് വന്നത്. അപ്പോൾ അതായത് ബേസ് നമ്മളെങ്ങനെ കണക്കാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വശത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ നമ്മൾ ആയിട്ട് എടുക്കുന്നത് ആ വശമാണ് നമ്മൾ ബേസായിട്ട് എടുക്കേണ്ടത് എപ്പോഴും. അപ്പം നമ്മൾ ബേസായിട്ട് എടുത്തത്. അപ്പോൾ ബേസായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതും ചിലപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് പറയാം കേട്ടോ. AB ഈസ് ഈക്വൽ ടു എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ
AD പ്ലസ് BD ആണല്ലോ നമ്മുടെ AB. അപ്പോൾ ADയുടെ ലെങ്ത് എത്രയാണ്? 2√3. അപ്പോൾ BDയുടെ ലെങ്ത് എത്ര തന്നെയാണ്? 2√3. അപ്പോൾ എത്രയായിരിക്കും? 2√3 പ്ലസ് 2√3 എത്രയായിരിക്കും? 4√3. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. √3 ഒക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 2√3 പ്ലസ് 2√3 = 4√3. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ ലെങ്ത് എത്രയാണ്? 4√3. അപ്പോൾ നമ്മളിവിടേക്ക് കൊടുക്കുകയാണേ ബിയുടെ അളവ് 4√3. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾക്ക് ഇവിടെ 2√3യും ഇവിടെ 2√2 ആണെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം റാഡിക്കൽസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ, കേട്ടല്ലോ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലുള്ള അളവുകളും കൂടി ഈക്വൽ ആണെങ്കിലേ ഇത് തമ്മിൽ കൂട്ടാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ 2√3 ആയതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്യാൻ കാരണം. ഒരെണ്ണം √2 ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ 2√3 പ്ലസ് 2√3 = 4√3 ഇൻറ്റു നമ്മുടെ H എത്രയാണ് നമുക്ക് കിട്ടിയത്? സീരിയൽ ലെങ്ത് അല്ലേ നമ്മുടെ H? 2. കണ്ട, ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ അടിയിലും മുകളിലും കിടക്കുന്ന സംഖ്യകൾ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപോലെ വന്നാൽ അത് വെട്ടിപ്പോകും. അപ്പം 2 വെട്ടിപ്പോയി. വേണമെങ്കിൽ നമുക്കിവിടെ 2ൽ 4 വെട്ടി ചെറുതാക്കിയിട്ട് ഒരു 2 ആക്കാം. പക്ഷേ അതിനേക്കാൾ ഒരു ഈസി മെത്തേഡാണ് ഈ 2 ഒരുപോലെ വന്നതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി എന്താ വന്നത്? 1×4√3 എന്ന് വെച്ചാൽ 4√3. പക്ഷേ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെറും 4√3 നിങ്ങൾ നിർത്തരുത്. അപ്പം നിങ്ങൾക്ക് ഹാഫ് മാർക്ക്, അര മാർക്കൊക്കെ കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? cm², സെൻറ്റിമീറ്റർ സ്ക്വയർ. കാരണം ഏരിയയുടെ അളവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഒന്നാമത്തെ കണക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ കണക്കിലേക്കാണ് കേട്ടോ പോണത്. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് ആദ്യം റഫ് ഫിഗർ ഒന്ന് വരച്ച് വയ്ക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ റഫ് ഫിഗർ ഞാനിവിടെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്കൊന്ന് പോകാം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിങ് പാരലലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. 2 ക്വസ്റ്റ്യൻ അതിലുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലലോഗ്രാം. അപ്പോൾ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഈ 2 ഫിഗറിൻ്റെയും എന്താ ചോദിച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ടോപ്പ് സൈഡും ബോട്ടം സൈഡും, മുകൾ വശവും താഴെയുള്ള വശവും തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 2ൻ്റെ അകലം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 2ൻ്റെയും ഏരിയയും, ഈച്ച് ഓഫ് ദം 2 പേരുടെ ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാരലലോഗ്രാമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ്. പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ് അറിയോ? BH. പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് BH. ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ഹാഫ് BH. അതിൽ ഹാഫ് നമുക്ക് വേണ്ട, പാരലലോഗ്രാമിന് BH മാത്രം മതി, കേട്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഏരിയ നമുക്കൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഏരിയ = BH. കണ്ട, ഏരിയ = BH. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് 4 സെൻറ്റിമീറ്റർ. 2ൻ്റെ B 4 സെൻറ്റിമീറ്റർ വീതം തന്നെയാണ്. 2ൻ്റെയും 4 സെൻറ്റിമീറ്റർ വീതം തന്നെയാണ്. പിന്നെ ഹൈറ്റ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഹൈറ്റ് ഓൾറെഡി ഇതിനകത്ത് വേറെ കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈ മൂലയിൽ നിന്ന് താഴേക്ക് ഒരു വര വരച്ച് കൊടുക്കുക. അപ്പോൾ ഹൈറ്റ് ആയില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പേരിട്ട് കൊടുക്കണം കേട്ടോ. ABCD. ഇവിടെ ഒരു പോയിൻ്റ് വന്നപ്പോൾ അതിന് നമുക്ക് ഈന്ന് പേരിട്ട് കൊടുക്കാം. കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി അളവാണ്? 45 ഡിഗ്രി. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ, അതായത് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയത്. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ AED. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ AEDയിൽ ആംഗിൾ A 45 ഡിഗ്രി, ആംഗിൾ ഇത് ആട്ടോ, 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇതും 45 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതും 45 ഡിഗ്രി തന്നെ ആയിരിക്കും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഇവിടെ നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ എ ഇ ഡിയിലെ ഏത് അളവാണ് നമുക്കറിയാം? 90ക്ക് ഓപ്പോസിറ്റുള്ള 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഒരളവാണ് നമുക്കറിയുന്നത് 2 സെൻറ്റിമീറ്റർ. അപ്പം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് എതിരെ ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി അല്ലേ ഇപ്പോഴത്തെ ഈ ഒരു കണക്ഷൻ അതിലേക്കല്ലേ വരുന്നത് ഇതിൻ്റെ അളവുകൾ. അങ്ങനെയാണ് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? റേഷ്യോ 1:1:√2. അപ്പോൾ 45 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളവും 45 ഡിഗ്രിയുടെ വശത്തിൻ്റെ നീളവും ഈക്വൽ ആയിരിക്കും. പിന്നെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? 45 ഡിഗ്രിക്ക് എതിരെ എത്രയാണോ അതിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ 45 ഡിഗ്രിക്ക് എതിരെ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയുള്ളതാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ √2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 45 ഡിഗ്രിക്ക് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിലെ അളവാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അളവ് എത്ര വരുന്നത് വെച്ചാൽ 2/√2. മനസ്സിലായ? അപ്പോൾ ഇവിടെ 2/√2 വരുന്നത്. അപ്പോൾ ഈ 45-നെതിരെ √2 ആണെങ്കിൽ ഈ 45-നെതിരെയും 2/√2 തന്നെയല്ലേ. അപ്പോൾ 2/√2 കണ്ടോ? അപ്പോൾ 2/√2. അപ്പോൾ ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ അടിയിൽ √2 വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ √2 കൊണ്ട് തന്നെ ഒന്ന് ഇൻറ്റു ചെയ്തിട്ട്, അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നയമാണ്. √2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്തിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 2 × √2 എത്ര വരാം? 2√2 ബൈ √2 × √2 എത്ര വരും? 2. മനസ്സിലായല്ലോ? √2 × √2 2. അപ്പോൾ അറിയാത്തവർക്ക് വീണ്ടും പറയുകയാണെങ്കിൽ √3 × √3 ആണെങ്കിൽ 3, √5 × √5 ആണെങ്കിൽ 5, √11 × √11 ആണെങ്കിൽ 11. മനസ്സിലായി? അപ്പോൾ റൂട്ടിലുള്ള സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ റൂട്ട് ഇല്ലാണ്ടാവാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ √2 × √2 = 2. അപ്പോൾ അതെ ഈ രണ്ടും ഞാൻ പറഞ്ഞില്ലേ ഡിവൈഡ് ചെയ്യുമ്പോൾ അടിയിലും മുകളിലും ഒരുപോലെയുള്ള സംഖ്യ നമുക്ക് വെട്ടിക്കളയാന്ന്. 2 വെട്ടിപ്പോയിട്ട് ഉത്തരം എന്താ? √2 ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നമ്മളതിന് ഇ ഡി എന്ന് കൊടുത്തേക്കണ പേര്. അപ്പോൾ ഇ ഡി സമയം എത്രയാണ്? √2. അതായത് നമ്മുടെ എച്ച് ഇവിടെ √2. അപ്പോൾ ഇനി ഏരിയ കാണാനായിട്ട് ബി × എച്ച് അല്ലേ. ബി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എച്ച് എത്രയാണ്? √2. അപ്പോൾ 4√2 cm². അങ്ങനെ തന്നെ സ്ക്വയർ ഏരിയ എന്ന് പറയുമ്പോൾ cm² എന്ന് എഴുതണം കേട്ടല്ലോ. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകണം കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 60 ഡിഗ്രിയാണ്. നമ്മൾ വീണ്ടും ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു വര വരച്ചു കൊടുത്തു. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ എന്താവും? 90 ഡിഗ്രിയാവും. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്ര തന്നിരിക്കണേ? അപ്പോൾ ഇവിടെ 60, 30, 60, 90 അല്ലേ. അപ്പോൾ അതൊന്നും എഴുതിരാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതിൻ്റെ നമ്മൾ പഠിച്ചിരിക്കുന്നത് 1:√3:2. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അളവാണ് തന്നേക്കണേ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് പേരെടുത്ത് കൊടുക്കുക. PQRS. അപ്പോൾ PQRS ഇവിടെ നമുക്കിതിന് T എന്ന് കൊടുക്കാം. കണ്ടിന്യൂവേഷൻ ആയിക്കോട്ടെ വെച്ചിട്ടാണ് PQRST. അപ്പോൾ നമുക്കിവിടെ STയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഏരിയ BH തന്നെയാണ്, പക്ഷേ എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 90 ഓപ്പോസിറ്റ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 30 അല്ലേ. നമുക്ക് 90 നമുക്ക് നേരിട്ട് 60ലേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 30-ന്ന് പോവാം. 90ലേക്ക് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 30 ഡിഗ്രി ഓപ്പോസിറ്റ് എത്ര വരാം? 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഹാഫ്, അതിൻ്റെ പകുതിയാണ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 1 × √3 അങ്ങനെയല്ലേ. അപ്പോൾ 1 × √3 എത്രയാണ്? √3. അപ്പോൾ ഇവിടെ നമ്മുടെ ഇത് കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മുടെ നീളം ST = എത്രയാണ്?
കിട്ടിയത്? √3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കാണാനായിട്ട് BH ആണല്ലോ, BH തന്നെയാണല്ലോ. B ഇവിടെ 4 തന്നെയാണ്. ഹൈറ്റ് എത്രയാണ്? √3. അപ്പോൾ 4√3 cm². കണ്ട? അപ്പോൾ രണ്ടുപേരുടെയും പെർപെൻഡിക്കുലർ ലെങ്ത്തും കണ്ടുപിടിച്ചു, ഏരിയയും കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ റഫ് ഫിഗർ ഞാനിവിടെ വരച്ചു. റഫ് ഫിഗർ വരച്ചു വെച്ചു. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കാം. A rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle as shown below. The sides of the triangle must be 50 centimeters. What should be the length and breadth of the rectangle? ഇതാണ് ചോദ്യം. അതായത് ഒരു റെക്ടാങ്കുലർ ബോർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയഗണൽ ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡയഗണൽ ഒന്ന് കട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡയഗണലിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഡയഗണലിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് 2 പീസാവുമല്ലോ. ഈ 2 പീസായി. പിന്നെ അതേപോലെ തന്നെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ പീസസ് റീഅറേഞ്ച്ഡ് ടു ഫോം ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് ഇത് രണ്ടും കൂടി മുറിച്ചിട്ട് അതിനെ നമുക്കൊരു അറേഞ്ച് ചെയ്യണം. എങ്ങനെ? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളായിട്ട് ഇതിൻ്റെ 2 വശങ്ങളെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയായിരിക്കണം വേണം? 50 സെൻറ്റിമീറ്റർ ആവണം വേണം. ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ 50 സെൻറ്റിമീറ്റർ ആവുകയും കൂടി വേണം. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന നിയമം, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാങ്കിളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിൽ നമുക്കറിയാം ട്രയാങ്കിളുടെ വശം. പിന്നെ എന്ത് ട്രയാങ്കിളായിരിക്കും ആണെന്ന് പറഞ്ഞത്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ അത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ട്രയാങ്കിൾ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 50 സെൻറ്റിമീറ്റർ കിട്ടണം വേണ്ടേ? ഇവിടെ നമുക്ക് എത്രയായിരിക്കും കിട്ടണേ? 50 സെൻറ്റിമീറ്റർ കിട്ടണം. ഇനി ഇവിടെ 50 സെൻറ്റിമീറ്റർ, ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ടോപ്പിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ഈ വര ഈ 2 വശങ്ങളെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അത് നമുക്കറിയാമല്ലോ, ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ നിയമമാണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ തമ്മിൽ കൂട്ടുമ്പോൾ 50 സെൻറ്റിമീറ്റർ കിട്ടും വേണം. 2 ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കണം? ഇത് 25 സെൻറ്റിമീറ്ററും 25 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ 2ആയിട്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ ജോമെട്രി ബോക്സിൽ സെറ്റ് സ്ക്വയേഴ്സ്, ആ സെറ്റ് സ്ക്വയറിൻ്റെ നമ്മളത് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. സെറ്റ് സ്ക്വയേഴ്സിൻ്റെ അളവ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശം ഇങ്ങനെ പകുതിയാക്കി വെച്ചാൽ ശരിക്കും ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ഒരു രൂപത്തിലേക്ക് വരും. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ വലിയ ആംഗിൾ വശം 60 ഡിഗ്രിയും ചെറിയ ആംഗിൾ വശം 30 ഡിഗ്രിയും ആയിരിക്കും. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു നിയമമാണ് കേട്ടോ. ഇപ്പം പഠിച്ച നിയമമല്ല ഇത്. നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അതിങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ 90 ഡിഗ്രിയാണ്. അത് മാത്രമല്ല, ഇത് 60ഉം ഇത് 30 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും 90 ഡിഗ്രി ആയിരിക്കും, ഉറപ്പാണല്ലോ. അപ്പോൾ ഈ അളവ് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ദെൻ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന വെച്ചാൽ ഈ മുറിച്ച വശത്തിനല്ലേ നമുക്കൊരു സ്ലോപ്പ് പോലെ വന്നേക്കണം, ചെരിഞ്ഞ വശം. അപ്പോൾ ഈ ചെരിഞ്ഞ വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വശമല്ലേ ആയിരിക്കും അതിൻ്റെ നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡായിരിക്കും ഈ ഒരു ഭാഗം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഭാഗമായിരിക്കണം ഇവിടെ എന്ത് വരേണ്ടത്? 50 സെൻറ്റിമീറ്റർ. കാരണം നമ്മുടെ ഈ മുറിച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ,
ഈ ഒരു മുറിച്ച ഭാഗമാണ് ഈ ഒരു ഭാഗം ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഈ ഒരു ഭാഗം എത്രയായിരിക്കണം? 50 സെൻറ്റിമീറ്റർ ആയിരിക്കേണ്ട ഈ ഒരു ലെങ്ത്ത്. ഇവിടുത്തെ നിയമപ്രകാരം വരുമ്പോൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് ഇവിടെ 50 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരിക? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്ര വരും? എത്ര ഡിഗ്രി വരും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്? ഈ 50ൻ്റെ ഹാഫ് അല്ലേ? 50യുടെ ഹാഫ് വരുമ്പോൾ ഇവിടെ എത്രയാവും? 25 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അപ്പം എത്രയായിരിക്കും? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 25 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 25 ഇൻറ്റു √3. അപ്പോൾ 25√3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 25√3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പുറത്ത് എത്രയായിരിക്കും? 25√3 സെൻറ്റിമീറ്റർ. അപ്പം നമ്മുടെ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ എങ്ങനെയായിരിക്കണം? സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ, അതായത് നമ്മുടെ ചതുരത്തിൻ്റെ വശങ്ങൾ. ചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ വീതം? 25 സെൻറ്റിമീറ്ററും പിന്നെ 25 സെൻറ്റിമീറ്റർ, 25√3 സെൻറ്റിമീറ്ററുകൾ ആയിരിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, കേട്ടല്ലോ. ഇനി നമ്മൾ അടുത്ത് പോണത് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കേട്ടോ. അപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഞാനിവിടെ വരച്ചു കഴിഞ്ഞു. കണ്ട 4ാമത്തെ ഫിഗർ ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരുപോലത്തെ ഉള്ള രണ്ട് ഞാൻ വരച്ചതിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ അത്ര കൃത്യമായിട്ടൊന്നും റഫ് ഫിഗർ വരച്ചിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിലും സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ റഫ് ഫിഗർ വരയ്ക്കുക കേട്ടോ. ഞാൻ വരയ്ക്കേണ്ട അത്ര ശരിയായിട്ടല്ല, എന്നാലും ഇത് ശരിയാക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപോലത്തെ 2 റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, പിന്നെ ഒരു വലിയൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് വായിച്ചു നോക്കാം. 2 rectangles are cut along the diagonal and the triangle both are to be joined to another rectangle to make a regular hexagon as shown below. അതായത് ഈ 2 റെക്റ്റാങ്കിളുകൾ, ഈ 2 ചെറിയ റെക്റ്റാങ്കിളുകളെ നമ്മൾ ഡയഗണലിൽ നിന്ന് കട്ട് ചെയ്തു. ഡയഗണലിൽ കട്ട് ചെയ്യുമ്പോൾ 2 എത്ര ഉണ്ടാവും കഷ്ണങ്ങൾ? 1, 2, 3, 4 പാർട്സായിട്ട് മാറും. എന്നിട്ട് ഈ വലിയ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഈ റെക്റ്റാങ്കിളിനോട് ചേർത്ത് അതാത് രീതിയിൽ യോജിച്ച് വെക്കുക. യോജിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു റെഗുലർ ഹെക്സാഗൺ കിട്ടുമെന്നാണ് പറയേണ്ടത്. ആക്കി മാറ്റണം. റെഗുലർ ഹെക്സാഗൺ എന്ന് വെച്ചാൽ എന്താണ്? റെഗുലർ എന്ന വാക്കിൻ്റെ ഹെക്സാഗൺ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? ഷഡ്ഭുജം അല്ലേ? 6 വശങ്ങളുള്ള ഒരു ഷേപ്പാണ് ഷഡ്ഭുജം. അപ്പോൾ റെഗുലർ ഹെക്സാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ ഷഡ്ഭുജം, ഈക്വൽ നീളമുള്ള ഒരു ഹെക്സാഗൺ, ഒരു ഷഡ്ഭുജം ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വരച്ചുണ്ടാക്കണം. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ഹെക്സാഗൺ ആർ ടു ബി 30 സെൻറ്റിമീറ്റർ. ഈ ഹെക്സാഗണിൻ്റെ എല്ലാ വശങ്ങളും എത്ര സെൻറ്റിമീറ്റർ വേണം? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെ 30 സെൻറ്റിമീറ്റർ ആവണം, ഇവിടെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. കണ്ടോ? എല്ലാ സൈഡും 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇനി വാട്ട് വുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റെക്റ്റാങ്കിൾ മുറിച്ചിട്ടാണല്ലോ ഇവിടേക്ക് യോജിപ്പിക്കുമ്പോഴാണല്ലോ ഇത് കിട്ടുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര വീതമായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 2 വശങ്ങൾ, ഈ ചെരിഞ്ഞ വശം കണ്ട, ഈ ചെരിഞ്ഞ വശം ഏതായിരിക്കും? ഈ ചെരിഞ്ഞ വശം ഇവിടെ നോക്കുമ്പോൾ ഈ ചെരിഞ്ഞ വശം ഏതായിരിക്കും? ഇതല്ലേ ചെരിഞ്ഞ വശം? ഈ ഒരു വശമല്ലേ ഇത്? 1 ഇങ്ങനത്തെ എത്ര വശം ഉണ്ടാവും? ഇവിടെ തന്നെ 2 ഉണ്ടാവും അല്ലേ? ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇത് 2 ഉണ്ടാവും, ഇത് 4 അപ്പോൾ
1 2 3 4. ഇപ്പോൾ ഈ സ്ലോപ്പായിട്ടുള്ള വശം, ഈ ചെരിഞ്ഞ വശം എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും, അതിൽ ഈ ഭാഗമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നീളമാണ് എന്ത് പറഞ്ഞേക്കുന്നത് 30 സെൻറ്റിമീറ്റർ ആവണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും അത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും 30 സെൻറ്റിമീറ്റർ. ഇവിടെ 30 സെൻറ്റിമീറ്റർ, ഇവിടെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ റെക്റ്റാങ്കിള് ചെറിയ വശം, റെക്റ്റാങ്കിള് ഏതൊക്കെ ഡിഗ്രി അളവായിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? വലിയ ഡിഗ്രി അളവ് 60 ഡിഗ്രി അല്ലേ? മറ്റേ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ വശം എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ ഇതെത്രയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ 30, ഇത് ഇവിടെ 60 ഡിഗ്രി, അതായത് ഇവിടെ പുറത്ത് ഒന്ന് തെളിയണ്ട, ഇപ്പോൾ എണിക്കണ്ട കേട്ടോ. ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രിക്ക് എതിരെയാണ് എത്ര എന്ന് പറഞ്ഞേക്കണേ? 30 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 30-നെതിരെ എത്രയായിരിക്കും? ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 30, അപ്പോൾ 30 ഡിഗ്രി ആണല്ലോ ഇവിടെ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയായിരിക്കും? നമ്മൾ മറ്റേ നിയമം പഠിച്ച പ്രകാരം പറയുകയാണെങ്കിൽ ഇതിൻ്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? അതിൻ്റെ ഹാഫല്ലേ വരാം, അതായത് 1:√2 3:2. ഇവിടെ ഇതും അതേ അളവ് തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ 1:√3:2 തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 30 ഡിഗ്രിക്കെതിരെ 90 ഡിഗ്രിക്കെതിരെ ഇതിവിടെ എത്രയാണ് സെൻറ്റിമീറ്ററാണ്? 30 സെൻറ്റിമീറ്റർ. അങ്ങനെ വെച്ചാൽ പിന്നെ നമ്മുടെ 90 ഡിഗ്രിക്കെതിരെ 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ 30 സെൻറ്റിമീറ്റർ അതിൻ്റെ പകുതിയല്ലായിരിക്കാം. അപ്പോൾ പകുതി എത്രയായിരിക്കും? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെയല്ലേ നമ്മൾ 60 അടയാളപ്പെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എത്രയായിരിക്കും ഓപ്പോസിറ്റ്? 15√3. അപ്പോൾ ഇവിടെ 15 സെൻറ്റിമീറ്റർ, ഇവിടെയാണ് വരിക 15√3. 15√3 വരും. അപ്പോൾ നമ്മുടെ പേര് കൊടുക്കണം ABCD. ഇവിടെ PQRS കണ്ടോ? ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് പേര് കൊടുക്കും? PQRS വരെ ഉണ്ടല്ലോ, TUV പേര് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ TUVW പേരിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ABയുടെ നീളം എത്ര സെൻറ്റിമീറ്ററാണ്? ABയുടെ നീളം 15 സെൻറ്റിമീറ്റർ അല്ലേ? അതേപോലെ അപ്പോൾ BCയുടെ നീളം എത്ര സെൻറ്റിമീറ്റർ വന്നു? 15√3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ നീളങ്ങൾ എത്ര സെൻറ്റിമീറ്റർ ഇതായിരിക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഈ രണ്ട് റെക്റ്റാങ്കിളുടെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ നീളം സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു എത്ര വരും? 15 സെൻറ്റിമീറ്റർ, 15√3 സെൻറ്റിമീറ്റർ. ഇത് ചതുരത്തിൻ്റെ വശങ്ങൾ എത്ര സെൻറ്റിമീറ്ററാണ്? 15 സെൻറ്റിമീറ്ററും 15√3 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ അത് വരുമ്പോഴാണ്, അങ്ങനെയുള്ള വശങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏതളവ് കിട്ടുള്ളൂ? നമ്മുടെ ഈ വശത്തിന് 30 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കിട്ടുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ 4 കഴിഞ്ഞു. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകാൻ പോണേ കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 5. അപ്പം നമുക്ക് റഫ് ഫിഗർ വരയ്ക്കണം. അപ്പം ഞാൻ 5ാമത്തേൻ്റെ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 104ാമത്തെ പേജിലാണ് ചോദ്യം വരുന്നത് കേട്ടോ. ചോദ്യം, ഇങ്ങനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്.
സിമ്പിളായിട്ടൊരു ചോദ്യം. അത് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിൻ്റെ ഈക്വേഷൻ എഴുതി വയ്ക്കുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇതാണ് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ഇങ്ങനെ വരച്ചെടുത്തു. അപ്പോൾ ഇവിടെ 45 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രി അളവും തന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ ടോപ്പിൽ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ ലെങ്ത്ത്, ഒരു ലംബ ദൂരം, നമ്മളൊരു ലംബ നീളം ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ 2 വശങ്ങളും ഈക്വൽ ആവില്ല. അപ്പോൾ ഒരു പേര് കൊടുക്കുക, ABCD. ഒരിക്കലും ഇത് ഈക്വൽ ആവില്ല എന്നറിയാം. കാരണം ഇവിടെ 45 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രി അളവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ 2 അളവുകളും ഈക്വൽ ആവുകയില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വരും, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട് ഒരു അളവ് വ്യത്യാസം പോലെ വരും. കേട്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ 2 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിളുണ്ട്. ഇവിടെ ഇത് റൈറ്റാണ്, ഇതും റൈറ്റാണ്. 2 റൈറ്റ് ട്രയാങ്കിളാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിളിൽ ഇവിടെ പേരെന്താണ്? റൈറ്റ് ട്രയാങ്കിൾ, പേര് ADC. കണ്ട, റൈറ്റ് ട്രയാങ്കിൾ ADC. ഈ റൈറ്റ് ട്രയാങ്കിൾ ADCയിൽ നമുക്ക് ഒറ്റ അളവില്ല, അതായത് കൃത്യമായിട്ടൊരു അളവ് നമുക്ക് പറയാനില്ല. കാരണം AB എന്ന് പറയുന്നത് ഇതിൽ 2ൻ്റെയും ഭാഗം കോമൺ ആയിട്ടുള്ളൊരു സൈഡാണ്. ഈ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ളൊരു സൈഡാണ് AB. അതാണ് 4 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. അതല്ലാതെ ഒരളവും നമുക്ക് ADCയുടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ ADCയുടെ ഒരു അളവും നമുക്ക് അറിയില്ല. പക്ഷേ ഈ CD എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ ഒരു ലൈൻ 2 ട്രയാങ്കിളിലും, ഒരു ട്രയാങ്കിളിൻ്റെ പേര് ADC റൈറ്റ് ട്രയാങ്കിൾ, മറ്റേ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പേര് CDB. ഈ 2 ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വരുന്ന വരയാണ് നമ്മുടെ CD എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്ത്. CD എന്ന് പറഞ്ഞിട്ടുള്ള വര കോമൺ സൈഡാണ്. അത് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം അറിയുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യത്തെ കാര്യം പറയുമ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ADCനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഇനി ഇവിടെ 90, ഇവിടെ 60, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതും 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന അളവുമാണ് നമ്മുടെ CD, അതായത് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും ഈക്വലാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതായത് നമ്മുടെ ABയുടെ നീളം ടോട്ടൽ 4 സെൻറ്റിമീറ്റർ നമുക്കറിയാം. പക്ഷേ ADയുടെ നീളം നമുക്കറിയില്ലല്ലോ എത്രയാന്ന്. അപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മളതിനെ X സെൻറ്റിമീറ്റർ എന്ന് നമുക്കതിനെ വിളിക്കാം. ഇത് ADയുടെ നീളം കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അതിനെ X സെൻറ്റിമീറ്റർ എന്ന് വിളിക്കാം. ഇനി BDയുടെ നീളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. അതായത് AB ടോട്ടൽ 4 സെൻറ്റിമീറ്ററാണ്, അതിൽ AD X സെൻറ്റിമീറ്ററാണ്. അപ്പം നമ്മുടെ BD എത്രയായിരിക്കും? ആകെ 4 അല്ലേ, അപ്പോൾ 4ൽ നിന്നും -X സെൻറ്റിമീറ്റർ. അപ്പോൾ 4 - X സെൻറ്റിമീറ്ററാണത് കേട്ടോ. ഒന്നുകൂടി കൃത്യമായിട്ടോട് ഞാൻ എഴുതരാം. 4 - X സെൻറ്റിമീറ്ററാണ് നമ്മുടെ BDയുടെ അളവ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നിയമപ്രകാരം 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ 45ൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 45 ഓപ്പോസിറ്റിൻ്റെ അളവ് എത്രയാണ്? X. അപ്പോൾ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് എത്ര തന്നെയായിരിക്കും? X ഡിഗ്രി തന്നെയായിരിക്കും. ഈ 45ൻ്റെ ഓപ്പോസിറ്റ് X ആണെങ്കിൽ ഈ 45ൻ്റെ ഓപ്പോസിറ്റും X, രണ്ടും X. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 60 ഡിഗ്രിക്ക് എതിരെയുള്ള അളവ് നമുക്കറിയണം. പക്ഷെ നമുക്ക് 30 ഡിഗ്രിക്കുള്ള അളവ് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ADCയിലാണെങ്കിൽ ഇവിടെ ആംഗിൾ A 45 ഡിഗ്രി, ആംഗിൾ C 45 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പോസിറ്റിലെ സൈഡ് X സെൻറ്റിമീറ്റർ എന്ന് എഴുതി. പിന്നെ
90 ഡിഗ്രിയുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഇപ്പുറത്തെ നോക്കുകയാണെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ CDB, റൈറ്റ് ട്രയാങ്കിൾ CDB. ഈ റൈറ്റ് ട്രയാങ്കിൾ CDBയുടെ ആംഗിൾ C എത്രയാണ്? 30 ഡിഗ്രി. ആംഗിൾ B 60 ഡിഗ്രി ആണല്ലോ. ഇത് രണ്ട് 90 നമുക്കറിയാം. ഈ 90ക്ക് ഇപ്പോൾ ഇവിടെ ഇതില്ല, ഇവിടെ നമുക്ക് CD അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 30 ഡിഗ്രി, ഈ 45യുടെ ഓപ്പോസിറ്റും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള അളവാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് അറിയില്ലല്ലോ. ആംഗിൾ C 30 ഡിഗ്രിയുടെ അറിയാം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അത് ആംഗിൾ C 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 4 മൈനസ് എക്സ് സെൻറ്റിമീറ്റർ. 4 മൈനസ് എക്സ് സെൻറ്റിമീറ്റർ. അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡോ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് 4 മൈനസ് എക്സ് ആണ് 30-നെതിരെ. അപ്പോൾ 60-നെതിരെ എത്ര വരും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതേൻ്റെ √3 അല്ലേ? അപ്പോൾ √3 ഇൻറ്റു 4 മൈനസ് എക്സ്, ശരിയല്ലേ? √3 ഇൻറ്റു 4 മൈനസ് എക്സ് അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ √3 ഇൻറ്റു 4, 4√3 മൈനസ് √3 ഇൻറ്റു എക്സ്, √3x. കണ്ടോ? 4 ഇൻറ്റു √3 മൈനസ് √3 ഇൻറ്റു എക്സ്, √3x. അപ്പോൾ നമ്മളുടെ അതായത് CDയുടെ നീളം, നമ്മുടെ CDയുടെ നീളം, റൈറ്റ് ട്രയാങ്കിൾ CDB പ്രകാരം നമ്മുടെ CDയുടെ നീളം എത്രയാണ് പറയണത്? CDയുടെ നീളം 4√3 മൈനസ് √3x. ഇനി നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ADCയുടെ പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ CDയുടെ അളവ് എന്ന് പറയുന്നത് എക്സ് സെൻറ്റിമീറ്ററാണ്. മനസ്സിലായില്ല? രണ്ടും പറയുന്നത് ഇതിന് തന്നെയാണ്, ഈ CDയുടെ നീളത്തിന് തന്നെയാണ്. രണ്ടും പറയുന്നത് CDയുടെ നീളത്തിനെയാണ്. എന്ത്? CD എന്ന് പറഞ്ഞാൽ എക്സ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, ഇവിടെ CD എന്ന് പറഞ്ഞാൽ 4√3 മൈനസ് √3x. അപ്പോൾ രണ്ടും ഈക്വൽ അല്ലേ? രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്കത് അതിനെ ഈക്വലാക്കി എഴുതാം. അതായത് CD ഈസ് ഈക്വൽ ടു CD ആണല്ലോ. അപ്പോൾ ഈ CD എക്സ് ഈസ് ഈക്വൽ ടു ഈ CD എത്രയാണ്? 4√3 മൈനസ് √3x. കണ്ടല്ലോ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിനെയും അടുത്തടുത്ത് എഴുതാം. നമ്മളുടെ പ്രോബ്ലം ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ഒരുപോലെയുള്ള സംഖ്യകളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ √3x കൊണ്ടുവരികയാണ്. അപ്പം മൈനസ് √3x അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും? പ്ലസ് √3x ഈസ് ഈക്വൽ ടു 4√3. മനസ്സിലായല്ലോ? എക്സിൻ്റെ അടുത്തേക്ക് ഈ മൈനസ് √3 കൊണ്ട്, അപ്പം ഞാനിവിടെ ഇൻറ്റു ചെയ്തു കേട്ടോ. 4 ഇൻറ്റു 1.73 ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4.92. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 2.73, എക്സ് ഈസ് ഈക്വൽ ടു 4.92. അപ്പോൾ എക്സിൻ്റെ വില കാണാം. എക്സ് ഈസ് ഈക്വൽ ടു 4.92. ഇവിടെ 2.73 ഇൻറ്റു എക്സ് അല്ലേ? അതിന് നമുക്ക് ഇൻറ്റു എക്സ് ആണെങ്കിൽ വരുമ്പോൾ എന്താവും? അത് ഡിവൈഡഡ് ബൈ 2.73. കണ്ടോ? 4.92 ഡിവൈഡഡ് ബൈ 2.73. ഇനി ഇൻറ്റു ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിനെ 100 കൊണ്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റു ചെയ്യുമ്പോൾ പോയിൻ്റ് പോയി കിട്ടുമല്ലോ, ഡിവൈഡഡ് ബൈ 273 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.8 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഉത്തരം കിട്ടുക 1.8 സെൻറ്റിമീറ്റർ. അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്നത്
ഏതാണ് നമ്മുടെ എക്സ് എന്ന് പറയണത്? ഇത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇതല്ലേ 1.8 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സിൻ്റെ വിലയും 1.8 സെൻറ്റിമീറ്റർ. അപ്പോൾ സീരിയൽ നീളം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഹാഫ് ബി എച്ച്, അപ്പോൾ ഇവിടെ ഹാഫ് ഇത് ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവ്. നമ്മൾ ഹാഫ് ഇൻറ്റു ബി എത്രയാണ്, ബേസ് എത്രയാണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 1.8. അപ്പോൾ എളുപ്പവഴിയിൽ എങ്ങനെ ചെയ്യുക? ഈ 2 ഈ 4 വെട്ടുക. അപ്പോൾ എത്രയാണ് 2 1.8 ഇൻറ്റു 2 3.6 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ 5 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഇവിടെ ചെയ്ത ഈ വീഡിയോ, മാത്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണം. എന്നാലാണ് പിന്നെ നിങ്ങൾക്കിത് ഞാൻ ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, മക്കളുടെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.